വെള്ളമില്ലാതെ ഈ ലോകത്ത് ജീവന് നിലനിൽപ്പില്ല. സോളാർ സിസ്റ്റത്തിൽ ധാരാളം പ്ലാനറ്റ്സ് ഉണ്ട്, എന്നാൽ അവിടെ ലൈഫ് ഇല്ല. കാരണം അവിടെയൊന്നും വെള്ളമില്ല. ആഹാരമില്ലാതെ നമുക്ക് 3 ആഴ്ച വേണമെങ്കിലും ജീവനോടെ ഇരിക്കാൻ സാധിക്കും. എന്നാൽ വെള്ളമില്ലാതെ 3 ദിവസത്തിലധികം ജീവനോടെ ഇരിക്കുന്നത് വളരെ പ്രയാസമാണ്. എന്നാൽ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ ഗൗരവമായി ശ്രദ്ധ പുലർത്താറില്ല. നിങ്ങൾ എപ്പോൾ, എങ്ങനെ, എത്രത്തോളം വെള്ളം കുടിക്കുന്നു, ഈ ഒരു ചെറിയ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡിയിൽ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. ദഹനവ്യൂഹം പോലെയുള്ള വൈറ്റൽ ഓർഗൻസിന്റെ ഫംഗ്ഷനിലും മുടി കൊഴിയുന്നതിനും സ്കിൻ പ്രോബ്ലംസിനും ഇൻസോംനിയയ്ക്കുമെല്ലാം വെള്ളം കുടിക്കുന്നതിന്റെ അളവും അതെങ്ങനെ കുടിക്കുന്നു എന്നതും ഡിപ്പെൻഡ് ആണ്. ആയുർവേദ വിധി പ്രകാരം വെള്ളം നമ്മൾ ശരിയായ രീതിയിൽ കുടിച്ചാൽ അതൊരു മരുന്ന് പോലെയാണ്, എന്നാൽ തെറ്റായ രീതിയിൽ കുടിച്ചാൽ അത് വിഷം പോലെയുമാണ്. അതായത് വെള്ളം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പോകുന്നോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ അതോ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനായി ഈ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ്. വെള്ളം കുടിക്കുന്നതിനുള്ള ചില വഴികളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം 21 ദിവസത്തെ ചലഞ്ചും പറയുന്നുണ്ട്. ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഫുൾ ആക്കി മാറ്റാനാകും. ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് പ്രോപ്പർ ആക്കി മാറ്റാനാകും. വെള്ളം കുടിക്കുന്നതിനുള്ള ശരിയായ രീതികൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് വെള്ളം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം ബോഡിയിൽ വെള്ളത്തിന്റെ മെറ്റബോളിസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും. മെറ്റബോളിസം ഓഫ് വാട്ടർ ഇൻ ബോഡി. നിങ്ങൾക്ക് ദാഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസിൽ ഒരു തേഴ്സ്റ്റ് സെന്റർ ഉണ്ട്. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന്റെ മോറാലിറ്റി അധികമാകുമ്പോൾ ഈ സെന്റർ ആക്ടിവേറ്റ് ആകും. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെള്ളം കുറയുന്ന കാരണത്താൽ കട്ടിയാകുമ്പോൾ നമുക്ക് ദാഹമുണ്ടാകും. തുടർന്ന് നിങ്ങൾ വെള്ളം കുടിക്കുകയും അത് വായിലൂടെ വയറ്റിലെത്തുകയും ചെയ്യും. അവിടെ 15 മുതൽ 20 മിനിറ്റ് വരെ അത് അവശേഷിക്കും. അതിനുശേഷം കുറേശ്ശെയായി കുടലിലേക്ക് പോകും. വെള്ളത്തിന്റെ 90% ആഗിരണവും ചെറുകുടലിലാണ് നടക്കുന്നത്. ബാക്കിയുള്ള 10% വൻകുടലിലേക്ക് പോകുന്ന വിധത്തിൽ മലത്തിലൂടെ പുറത്തേക്ക് കടക്കുകയും ചെയ്യും. ചെറുകുടലിൽ ആഗിരണം ചെയ്യപ്പെടുന്ന വെള്ളം രക്തവുമായി കലർന്ന് ബോഡിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. തുടർന്ന് ഇത് ധാരാളം മെറ്റബോളിസം റിയാക്ഷൻസിൽ പങ്കെടുക്കും. ഉദാഹരണത്തിന് ടെമ്പറേച്ചർ റെഗുലേഷൻസ്, എനർജി പ്രൊഡക്ഷൻ, വേസ്റ്റ് എലിമിനേഷൻ. ഇത് കൂടാതെ സെല്ലിന്റെ കോസ്മെറ്റിക് പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് കാരണമാണ് സെൽസ് ഒരു പർട്ടിക്കുലർ ഷേപ്പിലിരിക്കുന്നത്. ബോഡിയിലുള്ള എല്ലാ അവയവങ്ങൾക്കും ന്യൂട്രീഷനും ഓക്സിജനും ഈ വെള്ളത്തിലൂടെയാണ് കലർന്നു പോയി ചേരുന്നത്. കൂടാതെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് കിഡ്നിയിലൂടെയും വിയർപ്പിലൂടെയും നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തു പോകും. വെള്ളം ഒന്നേ ഉള്ളുവെങ്കിലും അത് ചെയ്യുന്ന ജോലികൾ പലതാണ്. വെള്ളം ശരിയായ രീതിയിൽ കുടിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. വെള്ളം എത്രത്തോളം കുടിക്കണം, എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം, ഏത് രീതിയിൽ കുടിക്കണം. വെള്ളം എത്രത്തോളം കുടിക്കണമെന്ന് ഒന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ജീവിത രീതി, പരിസരത്തുള്ള കാലാവസ്ഥ, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ഡയറ്റ് തുടങ്ങി പലവിധ ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സാധാരണഗതിയിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ദിവസത്തിൽ 3-4 ലിറ്റർ വെള്ളം കുടിക്കണം. സ്ത്രീകളാണെങ്കിൽ 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അതായത് ഏകദേശം 8 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ. നമ്മുടെ ബോഡിയുടെ വാട്ടർ റിക്വയർമെന്റ്സിനെ പറ്റി മനസ്സിലാക്കാൻ ഒരു ചെറിയ റൂൾ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം 3 വിധത്തിലാണ് പുറത്തു പോകുന്നത്: വിയർപ്പ്, യൂറിൻ, മലം. ഇതിൽ ഏതെങ്കിലും ഒരു വഴിയിൽ വെള്ളം കൂടുതൽ നഷ്ടമായാൽ ഡീഹൈഡ്രേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം. നിങ്ങൾ വലിയ തോതിൽ വർക്കൗട്ട് ചെയ്താലോ, കാലാവസ്ഥ വളരെ ചൂടായാലോ, നിങ്ങൾക്ക് വളരെയധികം വിയർപ്പ് വന്നാലോ, ഇടയ്ക്കിടെ യൂറിൻ വന്നാലോ, അല്ലെങ്കിൽ ഡയറിയയുടെ പ്രോബ്ലം ഉണ്ടെങ്കിലോ, നിങ്ങൾ ആവശ്യത്തിന് കുറവ് വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിന്റെ പ്രശ്നങ്ങൾ ഉടനടി മനസ്സിലായില്ലെങ്കിലും കുറേശ്ശെയായി ഡ്രൈ സ്കിൻ, കിഡ്നി സ്റ്റോൺസ്, മലബന്ധം, ഗ്യാസ്, തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലുള്ള 40% ആളുകളും അവരുടെ ബോഡിക്ക് ആവശ്യമായ വെള്ളത്തേക്കാൾ കുറവ് അളവ് വെള്ളമാണ് കുടിക്കുന്നത്. മാക്സിമം ആളുകൾ മൈൽഡ് ഡീഹൈഡ്രേഷന് ഇടയാകുന്നുണ്ട്. ഇക്കാര്യം അവർക്ക് അറിയാനാകില്ല. നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറവാണോ എന്നറിയുന്നതിനുള്ള എളുപ്പവഴി നിങ്ങളുടെ യൂറിന്റെ നിറമാണ്. നിങ്ങളുടെ മൂത്രത്തിൽ ഡാർക്ക് യെല്ലോ കളർ ആണെങ്കിൽ വെള്ളം ശരീരത്തിൽ കുറവാണ് എന്നാണ് അർത്ഥം. നോർമൽ യൂറിൻ ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും. എന്നാൽ ഡാർക്ക് യെല്ലോ നിറമാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലരും സമൂഹ മാധ്യമത്തിലൂടെ മോട്ടിവേറ്റഡ് ആയി ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. എന്നാൽ ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നതും ദോഷമാണ്. അളവ് കൂടുതൽ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ കിഡ്നി ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ഇതിലൂടെ കിഡ്നിക്ക് പ്രഷർ ഉണ്ടാകും. നമ്മുടെ കിഡ്നിക്ക് 1 മണിക്കൂറിൽ 1 ലിറ്റർ വെള്ളം മാത്രമേ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഫിൽറ്റർ ആകാതെ പോകും. ഇതിലൂടെ നിങ്ങളുടെ രക്തത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടും. അങ്ങനെ നിങ്ങളുടെ ബ്ലഡിലുള്ള എല്ലാ മൈക്രോ ന്യൂട്രീഷൻസും ഡൈല്യൂട്ട് ആകും. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
പറയുന്നത് സോഡിയമാണ്. സോഡിയത്തിന്റെ അളവ് കുറയുന്നത് ഹൃദയത്തിനും ബ്രെയിനും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ബ്രെയിൻ സിഗ്നൽ ട്രാൻസ്മിഷൻസ് പ്രോപ്പർ അല്ലാതെ ആകും. ഇതിലൂടെ തലവേദന, കൺഫ്യൂഷൻ, തലചുറ്റൽ മുതലായവയൊക്കെ ഉണ്ടാകാം. ഇതുകൂടാതെ BP കുറയുകയും ഹാർട്ട് റേറ്റ് സ്ലോ ആകുകയും ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും. മാത്രമല്ല ദഹനക്കേട്, വയറിളക്കം, കൈക്കും കാലിനും വീക്കമുണ്ടാകൽ തുടങ്ങി ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിൽ ഒരു ജനറൽ റൂൾ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ദിവസത്തിൽ നിങ്ങൾ 5 ലിറ്ററിൽ കൂടുതലോ 1 മണിക്കൂറിൽ 700 മില്ലി ലിറ്ററിൽ കൂടുതലോ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു തവണ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അടുത്ത 40 മുതൽ 45 മിനിറ്റിന് ശേഷമേ വീണ്ടും വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഹൗ ടു ഡ്രിങ്ക് വാട്ടർ. വെള്ളം എങ്ങനെ കുടിക്കണം എന്നതിനേക്കാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം എങ്ങനെ കുടിക്കാതിരിക്കണം എന്നത്. നിങ്ങൾ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? ബോട്ടിലെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് ഉടനടി കുടിക്കുകയാണോ? 30 സെക്കൻഡിലും കുറഞ്ഞ സമയത്തിൽ അല്ലേ? എന്നാൽ അത് തെറ്റാണ്. ഒറ്റയടിക്ക് വെള്ളം കുടിച്ച് വയർ നിറച്ചാൽ വയറിലെ ഇന്നർ ലെയർ ഇറിറ്റേറ്റ് ആകും. അതുമൂലം അധിക ആസിഡ് റിഫ്ലക്സിന് കാരണമാകും. ഇതുമൂലം ഭാവിയിൽ അസിഡിറ്റിയും ദഹനക്കേടുമെല്ലാം ഉണ്ടാകാം. നിങ്ങൾ ഒറ്റയടിക്ക് കുടിച്ച വെള്ളമെല്ലാം രക്തത്തിൽ കലരും. അങ്ങനെ ബ്ലഡ് ഡൈല്യൂട്ട് ആകും. തുടർന്ന് ഇത് പുറത്തു കളയാൻ കിഡ്നിക്ക് വേഗത്തിൽ ജോലി ചെയ്യേണ്ടി വരും. അതിനാൽ കിഡ്നി പലതവണ ശരിയായി ഫിൽട്രേഷൻ ചെയ്യാതെ വെള്ളം പുറത്തുവിടും. ഇതുമൂലം നിങ്ങളുടെ ശരീരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസും വെള്ളത്തിലൂടെ നഷ്ടമാകും. ഇതിന്റെ കുറവ് പിന്നീട് നമ്മൾ നികത്തേണ്ടി വരും. വർഷങ്ങളായി നിങ്ങൾ ഇങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്നാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതുകൊണ്ട് എന്തുണ്ടാകാനാണ്? എന്നാൽ നിങ്ങൾ ഇതേപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. നിങ്ങളുടെ വർക്കിംഗ് കപ്പാസിറ്റി, സ്കിൻ ഗ്ലോ, നിങ്ങളുടെ മൂഡ്, മുടിയുടെ ആരോഗ്യം തുടങ്ങി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സാവധാനത്തിൽ വെള്ളം കുടിക്കുന്നോ അത്രത്തോളം അത് നിങ്ങളുടെ ബോഡിക്ക് പ്രയോജനം ചെയ്യും. നമ്മുടെ വായിലുള്ള സലൈവറി അമിലസ് എന്ന എൻസൈംസ് വെള്ളത്തിനോടൊപ്പം കലർന്ന് വയറ്റിൽ പോകും. അസിഡിറ്റി, വായ്നാറ്റം, ദഹനക്കേട് എന്നിവയിൽ നിന്നെല്ലാം ഇത് നിങ്ങളെ സംരക്ഷിക്കും. വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ദഹനം കൃത്യമായി നടക്കും. നിങ്ങളുടെ ആഹാരത്തിലുള്ള ഓരോ ന്യൂട്രീഷൻസും കൃത്യമായി ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് വില കൂടിയ മൾട്ടി വിറ്റമിൻ ഗുളികകൾ വാങ്ങേണ്ട ആവശ്യവും വരില്ല. ഒരു ഹെൽത്തി ഡയറ്റ് പോലെയാണിത്. വെള്ളമൊരിക്കലും നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല. ഇരുന്നുകൊണ്ട് വളരെ സാവകാശം സ്വസ്ഥമായി കുടിക്കുക. ആഹാരത്തെ നല്ലതുപോലെ ചവച്ചരച്ച് വായിലെ ഉമിനീരുമായി കലർത്തി കഴിക്കണമെന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വെള്ളത്തെ ആഹാരമായി കണക്കാക്കി സ്വസ്ഥമായി ഒരിടത്തിരുന്ന് സാവകാശം കുടിക്കുക. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അത് വയറ്റിൽ അധിക നേരം നിൽക്കില്ല. അത് നേരെ കുടലിലേക്ക് പോകും. അവിടെ നിന്ന് ബ്ലഡിലേക്കും, ബ്ലഡിൽ നിന്ന് കിഡ്നിയിലേക്ക് പോയി അതിന്റെ ലോഡ് കൂട്ടും. നമ്മൾ നിൽക്കുമ്പോൾ ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. അതുകൊണ്ട് ഒന്നും പ്രോപ്പറായി യൂസ്ഫുൾ ആകില്ല. ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി റെസ്റ്റ് ആൻഡ് റിലാക്സ് മോഡിലായിരിക്കും. അതുകൊണ്ട് വെള്ളം ആഗിരണം ചെയ്യുകയും ഉപയോഗപ്രദമാകുകയും ചെയ്യും. പലരും വായ തുറന്ന് മുകളിലേക്ക് നോക്കി ബോട്ടിൽ വായിൽ തൊടാത്ത വിധമാണ് വെള്ളം കുടിക്കാറുള്ളത്. ഇതുമൂലം വെള്ളത്തിലൂടെ കുമിളകൾ വയറ്റിലേക്ക് പ്രവേശിക്കും. ഇത് ശരീരത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങൾക്കും കാരണമാകും. ഇതുമൂലം ജോയിന്റ് പെയിൻ, ദഹനക്കേട്, ഡ്രൈ സ്കിൻ, മുഖക്കുരു, റാഷസ് പോലെ 21ഓളം വ്യത്യസ്ത പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാകും. വെൻ ടു ഡ്രിങ്ക് വാട്ടർ. വെള്ളം എപ്പോൾ കുടിക്കണമെന്ന് ചോദിച്ചാൽ ദാഹം വരുമ്പോൾ എന്താകും നിങ്ങളുടെ മറുപടി? നിങ്ങളുടെ ബോഡിക്ക് വെള്ളം ആവശ്യമായി വരുമ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്. രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്താണ് വെള്ളം വളരെ ആവശ്യമായിട്ട് വരുന്നത്. കാരണം രാത്രി സമയത്ത് നമ്മുടെ ബോഡിക്ക് അനുഭവപ്പെടുന്ന നിർജ്ജലീകരണത്തെ മറികടക്കണം. രാത്രി ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസ് എല്ലാം പുറത്തും കളയണം. കൂടാതെ ദഹന പ്രക്രിയയെ ശുദ്ധീകരിക്കണം. അതിനാൽ നിങ്ങൾ അതിരാവിലെ വേണം കൂടുതൽ വെള്ളം കുടിക്കുവാൻ. ഇതുപോലെ ഒരു 2 മണി സമയത്ത് പുറത്തെ ചൂട് അധികമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് ആകുമ്പോൾ ശരീരത്തിന് വെള്ളം ആവശ്യമായി വരും. അതുപോലെ രാത്രി സമയം നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ഭൂരിഭാഗം മെറ്റബോളിസം റിയാക്ഷൻസ് സ്റ്റോപ്പ് ആകും. ഇതിനാൽ വെള്ളത്തിന്റെ ആവശ്യവും കുറയും. അതിനാൽ നിങ്ങളും വൈകുന്നേരത്തെ ആവശ്യമായ വെള്ളം മാത്രം കുടിക്കുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് വെള്ളം അധികമായി കുടിക്കാതിരിക്കാനും ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ ഉറക്കത്തിൽ ഇടയ്ക്കിടെ എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകേണ്ട ആവശ്യം വരില്ല. കൂടാതെ ദഹന പ്രശ്നങ്ങളും ഇല്ലാതാകും. അതുപോലെ തന്നെ പ്രധാനമായ കാര്യമാണ് ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും ഉടനടി വെള്ളം കുടിക്കാൻ പാടില്ല. നമുക്ക് വിശപ്പ് വന്ന ഉടനെ നമ്മുടെ ശരീരം ആഹാരം ജീർണമാക്കാൻ തയ്യാറാകും. സെമി ഡൈജസ്റ്റിക് ജ്യൂസ് സെപ്പറേറ്റ് ആകാൻ ആരംഭിക്കും. ഈ സമയത്ത് നിങ്ങൾ വെള്ളം കുടിച്ചാൽ അപ്പോൾ ഈ ജ്യൂസ് ഡയലൂട്ട് ആകും. അപ്പോൾ നിങ്ങളുടെ ആഹാരം കൃത്യമായി ദഹിക്കുന്നതിന് പകരം അത് അതുപോലെ തന്നെ ഇരിക്കും. ഇതുമൂലം ധാരാളം ടോക്സിൻസ് ഉണ്ടാകും. ചിലർ പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കാറുണ്ട്, എന്നാൽ ശരീരം വണ്ണം വയ്ക്കുന്നില്ലെന്ന്. അതിന്റെ പ്രധാന കാരണം ആഹാരം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നതാണ്. ഇതുമൂലം ആഹാരം ശരിയായി ദഹിക്കില്ല. കൂടാതെ ആഹാരത്തിലുള്ള ന്യൂട്രീഷൻസും കൃത്യമായി ലഭിക്കില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരം നന്നാകുക?
ഉണ്ടാകുന്നത്. അതിനാൽ ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് ശേഷമോ 1-2 കവിൾ വെള്ളം മാത്രം കുടിക്കാൻ നോക്കുക. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പഴം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടുള്ള ഒന്ന് കഴിച്ചതിന് ശേഷമോ ഉടനെ വെള്ളം കുടിക്കാനും പാടില്ല. കാരണം പഴങ്ങളിൽ അത്യാവശ്യത്തിന് ജലാംശം ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസിൽ വ്യത്യാസമുണ്ടാകും. അതുപോലെ ചൂടുള്ളവ കഴിച്ച ശേഷം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയ്ക്ക് പ്രശ്നം നേരിടും. കൂടാതെ പല്ലിലുള്ള ഇനാമലിനും പ്രശ്നമുണ്ടാകും. അതുപോലെ നിങ്ങൾ ഓടുകയോ ചാടുകയോ എക്സസൈസ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ശരീരത്തിന്റെ ചൂട് വർദ്ധിച്ചാൽ ഉടനടി വെള്ളം കുടിക്കരുത്. നിങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ, ദഹനക്കേട്, പനി പോലെയുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ റിലാക്സ് ആയ ശേഷം നിങ്ങളുടെ ബോഡിയുടെ ചൂട് കുറഞ്ഞു കഴിഞ്ഞ് സാവകാശം വെള്ളം കുടിക്കാം. അവസാനമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെള്ളം എത്ര ചൂടിൽ കുടിക്കണമെന്നാണ്. പലരും വേനൽക്കാലത്ത് ഫ്രിഡ്ജിലുള്ള തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. അതുപോലെ തണുപ്പുകാലത്ത് ചൂടുവെള്ളവും കുടിക്കാറുണ്ട്. എന്നാൽ വെള്ളം ഒരിക്കലും കൂടുതൽ ചൂടാവുകയോ കൂടുതൽ തണുപ്പാവുകയോ ചെയ്യരുത്. ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മുടെ ശരീരത്തിന് വെള്ളം നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമേ ബോഡി വെള്ളം ഉപയോഗിക്കൂ. ഈ പ്രോസസ്സിൽ ഒരുപാട് ഊർജ്ജവും നഷ്ടമാകും. ഈ ഊർജ്ജം നമുക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. നല്ല തണുത്ത വെള്ളം കുടിക്കുന്നവർ പലപ്പോഴും ടയേർഡായി കാണപ്പെടും. കാരണം അവരുടെ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ നഷ്ടമായിട്ടുണ്ടാകും. അതുകൊണ്ട് വെള്ളം നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ കുടിക്കണം. നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. വെള്ളം എങ്ങനെ കുടിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 21 ദിവസത്തെ ചലഞ്ചിലേക്ക് പോകാം. 21 ദിവസത്തേക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ വിധത്തിൽ വെള്ളം കുടിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വ്യത്യാസം അനുഭവപ്പെട്ടെന്ന് കമന്റിലൊന്ന് അറിയിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മുടെ ഹാബിറ്റാക്കി മാറ്റുന്നതിന് 21 ദിവസത്തെ സമയമെടുക്കും. അതിനാൽ 21 ദിവസം നിങ്ങൾ വെള്ളം കുടിക്കുന്ന രീതി ശീലിച്ചാൽ അതിനുശേഷം ഇത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. പിന്നീട് ഇത് പിന്തുടരാൻ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല. ഹോസ്പിറ്റൽ ബില്ല് കെട്ടുന്നതും ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങുന്നതും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അതിലും എത്രയോ മികച്ച മാർഗമാണിത്. ആർക്കെങ്കിലും ഹെൽത്ത് ഇല്ലെങ്കിൽ അവർക്ക് വെൽത്തും ഉണ്ടാകില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ശീലിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.